ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഷുഗർ ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതുവരെയുള്ള വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ നോക്കിയാലോ. ഇതാണ് ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ്. കിഡ്നി ബീൻസ്, ഇതിപ്പോൾ വൻപയർ, പിന്നെ രാജ്മ, അങ്ങനെ പലതും പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ആരും അങ്ങനെ ഉണ്ടാക്കാറില്ല എന്ന് തോന്നുന്നു. നോർത്ത് ഇന്ത്യൻസാണ് കൂടുതൽ ഇത് കറിയായിട്ടും വെറൈറ്റി ഫുഡ് റൈസായിട്ടെല്ലാം ഉണ്ടാക്കുന്നത്. ഇത് നല്ല കൂടുതൽ ഫൈബർ റിച്ചാണ്. കൊളസ്ട്രോളുള്ളവർക്കും ഷുഗറുള്ളവർക്കും എല്ലാവർക്കും ഇത് കഴിച്ചാൽ നല്ല വയറ് ഫില്ലായി തോന്നുകയും അതുപോലെ തന്നെ പ്രോട്ടീനാണ്. മാഗ്നീഷ്യം, പൊട്ടാസ്യം, ഫൈബർ നല്ലോണം ഉള്ളതുകൊണ്ട് അത് കഴിക്കുന്ന സമയത്ത് നമ്മളെ വയറ് നല്ല ഫില്ലായി തോന്നുകയും അത് കാരണം നമ്മൾ ഭക്ഷണം അധികം കഴിക്കാതിരിക്കുകയും ചെയ്യും. അതായത് ഇപ്പോൾ ഒരു കപ്പ് ബീൻസ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 8 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം. ഗ്യാസ് ട്രബിളെല്ലാം ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനാവശ്യമായ വെജിറ്റബിൾ നമ്മളെ വീട്ടിൽ തന്നെയുള്ള 3-4 വെജിറ്റബിളിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി. വെളുത്തുള്ളി അധികം ഇട്ട് കൊടുക്കുന്നത് ഗ്യാസ് ട്രബിളിനെ കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സ്പ്രിംഗ് ഓണിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ഉപയോഗിക്കാം. ഇതെല്ലാം നന്നായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സ്പ്രിംഗ് ഓണിയൻ മൊത്തം എടുത്തിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും എല്ലാം നന്നായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കുക്കർ വെച്ച് കൊടുക്കുക. കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാതിരിക്കുക. ബട്ടറോ ഗീയോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും പയറുവർഗ്ഗങ്ങളും ഉപയോഗിക്കുമ്പോൾ ഗ്യാസ് ഉള്ളവർക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടുതൽ ഉപയോഗിച്ചാൽ അത് കുറേ ഭാഗം തടയാൻ പറ്റും. വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളിയും തക്കാളിയും ഒന്നും അങ്ങനെ സെപ്പറേറ്റ് വറുത്തെടുക്കണമെന്നില്ല, കാരണം ഇതമ്മ പ്രഷർ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ആ സമയത്ത് തന്നെ. അധികം വഴറ്റി സമയമൊന്നും കളയണ്ട. ഇനി അതിലേക്ക് ബീൻ ഇട്ട് കൊടുക്കുക. കുതിർത്തി വെച്ച ബീനാണ്. പ്രമേഹ രോഗികൾക്ക് ധാരാളം കഴിക്കണം ഇത്, കാരണം ഇത് പ്രമേഹം കുറക്കാൻ സഹായിക്കുന്നു. ശരീരത്തിൻ്റെ ഷുഗറിൻ്റെ അളവ് വളരെയധികം കുറക്കുന്നു. പ്രമേഹം ഉണ്ടാകാൻ തന്നെ സാധ്യത കുറക്കുന്നതാണ് പഠനം പറയുന്നത്. ഡെയിലി കഴിക്കുന്നതിന് ഒരു വിരോധമില്ല. 1 കപ്പ് വീതം ഡെയിലി നമുക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു നേരം മുളപ്പിച്ചായാലും ഇതുപോലെ സൂപ്പ് വെച്ചിട്ടും അല്ലെങ്കിൽ സാധാരണ പുഴുങ്ങിയിട്ടും കഴിക്കാം. രാവിലെ ഉച്ചക്കോ നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രക്തത്തിൻ്റെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറക്കുന്നതിനും പയറിന് നല്ലൊരു പങ്കുണ്ട്. അവർക്കും ഭക്ഷണത്തിൻ്റെ നിങ്ങളെ കൊളസ്ട്രോളിൻ്റെ ഡയറ്റിൽ ഇതും ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിനാവശ്യമായ കുരുമുളക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ദഹനശേഷി മെച്ചപ്പെടുത്താനും നല്ലൊരു പരിഹാര മാർഗമാണ് കിഡ്നി ബീന്. കിഡ്നി ബീന് നമ്മളെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. ധാരാളം ജീവകം ബി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയതുകൊണ്ട് ക്യാൻസർ പോലുള്ള രോഗത്തെ തടുക്കാനും ഇതുകൊണ്ട് സഹായിക്കുന്നു. അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു.
ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയാണ് ഇതിന് കുക്കിംഗ് ടൈം വരിക. നന്നായി കുക്കായി വരികയും വേണം, കാരണം നമുക്കിത് സൂപ്പായി എടുക്കാനുള്ളതാണ്. ഇതാ നന്നായി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 20 മിനിറ്റിന് ശേഷമാണ് ഇതാ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിക്ക് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നന്നായി തണുത്തതിന് ശേഷം ഇത് മൊത്തം മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം, ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇതാ ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് അരച്ചു വെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് സൂപ്പിൻ്റെ തിക്നെസ് എത്രത്തോളം വേണോ അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തിക്നെസ് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിക്നെസ് നോക്കി നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുക. ഇത് കുറച്ചുകൂടി വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക, എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ കളർ കുറച്ച് റെഡിഷ് കളർ ആവശ്യമാണെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ മസാല അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് മസാല ഇട്ട് കൊടുക്കാതിരുന്നത്. അതുപോലെ തന്നെ കുറച്ച് കുമിൻ പൗഡർ ഇട്ട് കൊടുക്കാം, ജീരക പൗഡർ ഇട്ട് കൊടുക്കുക. മസാല ആവശ്യമാണെങ്കിൽ മാത്രം. ഞാനിപ്പോൾ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇനി അതിലേക്ക് കുറച്ച് മുറിച്ച് വെച്ച സ്പ്രിംഗ് ഓണിയനും കുറച്ച് ചെറിയ പകുതി ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുടിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഇതൊന്നും നിർബന്ധമല്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് ഡിപ്പായിട്ട് ഉപയോഗിക്കാം. കുബൂസ് ചപ്പാത്തിക്കെല്ലാം ഇങ്ങനെ മുക്കിയിട്ട് കഴിക്കാനും പറ്റിയ നല്ലൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മെയിൻ ഡിഷായിട്ട് സൂപ്പായിട്ടും നിങ്ങൾക്ക് കുടിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ പുളി അധികം വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താം. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ രാത്രി ഡിന്നറായിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. കൊളസ്ട്രോളിനെയും ഷുഗറിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കാൻ പറ്റും. കാരണം വയറ് ഫില്ലാവും, നന്നായി വയറ് ഫില്ലാവും. ഇനി ഇതിലേക്ക് കുറച്ച് ഡെക്കറേഷൻ ആവശ്യമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനും ക്യാപ്സിക്കും ചെറിയ പീസ് തക്കാളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.